സോ ഇത് നമുക്കിവിടെ ഈ റേഡിയോ ഫ്രീക്വൻസിയിൽ NMR അല്ലെങ്കിൽ ESRന് വേണ്ടി വരുന്നത് സ്പിൻ റിവേഴ്സലാണ്. അപ്പോൾ ഈ സ്പിൻ റിവേഴ്സൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. സോ വാട്ട് യു ഹാവ് ഈസ് എ മോളിക്യൂൾ. അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ്, അപ്പോൾ നമുക്കൊരു മോളിക്യൂളിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ട്രോൺ ഉണ്ടാവും. സോ കൺസിഡർ ദം ആസ് സംതിങ് ലൈക്ക് ടൈനി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ സ്പിൻ അസോസിയേറ്റഡ് വിത്ത് എ ടൈനി മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് അവർക്ക് അതിനകത്തുള്ള അതിനൊരു സ്പിൻ ഉണ്ടാവും. നമുക്കറിയാം ന്യൂക്ലിയസിന് സ്പിൻ ഉണ്ട്. ആ സ്പിൻ കാരണം മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാവും. നൗ സപ്പോസ് ദിസ് ഈസ് ഇൻ ദ ടോപ്പ് ഡയറക്ഷൻ. ഇനി നമ്മളൊരു ഇതിൻ്റെ ഈ ടോപ്പ് ഡയറക്ഷനിലുള്ള സ്പിൻ നേരെ ബോട്ടം നേരെ റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ, ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് വളരെ അത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനല്ല. അത് ഞാൻ ഇലക്ട്രോൺസിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരയ്ക്കുമ്പോൾ അപ്പ് എന്നും ഡൗൺ എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് ശരിക്കത് എക്സാക്ട്ലി നോക്കുമ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടല്ല വരുന്നത്. പക്ഷേ തൽക്കാലം ഞാനിവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സോ ഐ എം ജസ്റ്റ് റിവേഴ്സിങ് ദ സ്പിൻ. അപ്പോൾ ആ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാവുന്ന ആ ചേഞ്ച് ചെയ്യുന്നത് വരുന്നത് there is a change in slight energy change. അപ്പോൾ അത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് വരുന്നത് ആ ചേഞ്ച്. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് there is an interaction with the electromagnetic radiation and there is an appropriate frequency. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ what happens is that all the spin reversals produce an absorption or emission spectrum. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഒരു സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അടുത്തത് മൈക്രോവേവ് റീജിയനിലേക്ക് നോക്കി നോക്കാം. ഇനി മൈക്രോവേവ് റീജിയൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ മൈക്രോവേവ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഇത്രയാണ്. ദ ഫ്രീക്വൻസി ഈസ് ഫ്രം 3 × 10⁻10 to 3 × 10⁻12. That is 1 centimeter to 100 micron. ഇവിടെയുള്ള സ്പെക്ട്രോസ്കോപ്പിയാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. നമുക്കറിയാവുന്ന ഒരേ ഒരു സാധനം മാത്രമേ മൈക്രോവേവ് വെച്ചിട്ടുള്ളൂ, മൈക്രോവേവ് ഓവനാണ്. അവിടെയും യൂസ് ചെയ്യുന്നത് ഇതേ ടെക്നിക്ക് തന്നെയാണ്. അതായത് വാട്ടർ മോളിക്യൂൾസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. വാട്ടർ മോളിക്യൂൾസ് മോളിക്യൂൾസ് അതിനകത്തേക്ക് വരുന്ന മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആസ് എ റിസൾട്ട് ആ മോളിക്യൂൾസ് അങ്ങോട്ട് ഹോട്ടാവും. അങ്ങനെയാണ് അതിനകത്ത് വാട്ടറിൽ വെള്ളം അത് മെറ്റീരിയൽസിനകത്തോ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഒരു മൈക്രോവേവ് ഓവൻ വർക്ക് ചെയ്യുന്നത്. ഹിയർ you need to consider the energy levels between different rotational levels. So rotational levels ഒരുപാട് എനർജി ലെവൽസ് ആയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണ്. there are different energy levels. അപ്പോൾ ഒരു റൊട്ടേഷൻ ലെവലിൽ നിന്ന് മറ്റൊരു റൊട്ടേഷനിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ചേഞ്ച് ഉണ്ടാകും. ആ എനർജി ചേഞ്ച് ഇവിടെ നമുക്ക് ഒരു മൈക്രോവേവ് ഇതിനകത്തുള്ള ഒരു സ്പെക്ട്രമായിട്ട് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്കത് കണ്ട് മൈക്രോവേവ് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാവുന്നത് ഏറ്റവും നല്ലത് HCl എന്നുള്ള മോളിക്യൂളാണ്. സോ കൺസിഡർ ദ മോളിക്യൂൾ HCl. സോ HCl ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ക്ലോറിൻ ഉണ്ട്. ഇവിടെ പോസിറ്റീവാണ്, നെഗറ്റീവാണ്. ആസ് എ റിസൾട്ട് ദർ ഇസ് എ പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. പക്ഷേ അതിന് പകരം H2O അല്ലെങ്കിൽ Cl2 ആയിരുന്നെങ്കിൽ ഇവിടെ H അല്ലേ, അതിന് പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ Cl2 ആണെങ്കിലും അതെ, അതിനൊരു പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഈ HCl എന്നുള്ള മോളിക്യൂൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ, അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ ഒരു HCl മോളിക്യൂളിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ HCl മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് ആസ് എ റിസൾട്ട്
what you see is that there is a change in the dipole moment അവിടെ ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇങ്ങനെ നോക്കാം. ഇവിടെ നിന്ന് ആദ്യം പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും ഇങ്ങനെ ഉണ്ടാവും. ഇത് പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടാവും, പിന്നെ മുകളിലേക്കാവും, പിന്നെ അങ്ങനെ ആക്കും. അതായത് ഡൈപോൾ മൊമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ dipole moment as a result of this particular rotation, then we say that that molecule is microwave active. അപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ all the molecules having a permanent moment are said to be microwave active എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്കത് കാര്യം ഓർമ്മിച്ച് വയ്ക്കണം. നെക്സ്റ്റ് വി ഹാവ് ഇൻഫ്രാറെഡ് റീജിയൻ. ഇൻഫ്രാറെഡ് റീജിയനിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ ദ ഫ്രീക്വൻസി ഈസ് 3 × 10⁻12 to 3 × 10⁻14 ഹെർട്സ്. എൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 100 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. അവിടെ ഫോളോ ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഈ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളത് വളരെയധികം ഈ ഒരു കെമിസ്റ്റിൻ്റെ ഡെയിലി അനാലിസിസിനുള്ള ടൂൾ പോലെയാണ്. അതായത് ഒരു മോളിക്യൂൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ്, സോ സംതിങ് ലൈക്ക് OH അല്ലെങ്കിൽ Cl ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വേറൊരു ഫങ്ഷണൽ NH2 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോളിക്യൂളോ ഇതെന്തെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടെക്നിക്. ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് ഏറ്റവും എന്താ പറയുക ഫാസ്റ്റായിട്ടും നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടും നമുക്ക് ആ മെറ്റീരിയലിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ ദിസ് ഈസ് ദ സ്പെക്ട്രം ഈസ് പ്രൊഡ്യൂസ്ഡ് as a result of the separation of energy levels between the vibrational energy levels. അപ്പോൾ നമുക്കിവിടെ സെപ്പറേഷൻ ബിറ്റ്വീൻ വൈബ്രേഷൻ എനർജി ലെവൽസ് ഏകദേശം 10⁻4 joules per mole ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ ട്രാൻസിഷൻ നോക്കി നോക്കാം. സപ്പോസ് ദർ ആർ സം വൺ മോളിക്യൂൾ ഈസ് ഹിയർ ഓർ ഹിയർ, ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ വരാം. അതുപോലെ ഈ മോളിക്യൂളിന് ഇങ്ങോട്ട് വേണമെങ്കിൽ ട്രാൻസിഷൻ പോവാം. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് എക്സസ് ആയിട്ടുള്ള എനർജി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഇൻഫ്രാറെഡ് റീജിയനിൽ വരും. അതായത് ഈ വൈബ്രേഷൻ എനർജി ലെവൽസിനകത്തേക്കുള്ള ട്രാൻസിഷൻ കാരണം എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജി ലെവൽസ് ദേ ആർ ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ. അതുകൊണ്ടാണ് ഇതിനെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നുകൂടി പറയുന്നത്. IR സ്പെക്ട്രോമീറ്റർ, നമ്മൾ ഇന്ന് ഉള്ള സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിൻ്റെ ഈ IR സ്പെക്ട്രം കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ ടെക്നിക് ഫോർ എ കെമിസ്റ്റ്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം. സോ കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കാർബൺ നടുവിലിരിക്കുന്നു, ഓക്സിജൻ ഉണ്ട്. ഇതിന് പലതരം വൈബ്രേഷണൽ മോഡ്സ് ഉണ്ട്. ഇത് നോക്കി നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഈ ഓക്സിജൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ കാർബൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ ഓക്സിജൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഈ ഭാഗം അതങ്ങോട്ട് കംപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കാർബണും ഓക്സിജൻ നമുക്കൊന്ന് കേസ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനകത്ത് അതിനകത്തൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ന്യൂട്രൽ പൊസിഷനിലിരിക്കുമ്പോൾ അതിനകത്ത് ഒരു ഡൈപോൾ മൊമെൻ്റ് ഇല്ല. സപ്പോസ് ഇവിടെ ഉള്ള ഒരു കേസ് നമുക്ക് നോക്കി നോക്കാം, കാർബണും ഓക്സിജനും കൂടി. ഇതിനകത്ത്
ഈ ഓരോ ഇതിനും ഇതൊരു എന്താ പറയുക ഇങ്ങനെ ഈ ഒരു ബോണ്ട് ഒരു കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ പോലും നമുക്കതിനകത്ത് ഒരു ചെറിയ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജോ നമുക്ക് അതിനകത്ത് അവിടെ കൊടുത്തു നോക്കാം. അതായത് ഈ കാർബണിന് ഞാൻ ഒരു വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുക്കുന്നു, +2 എന്ന് കൊടുക്കുന്നു. ഓക്സിജൻ ആണെങ്കിൽ -Δ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുക്കുന്നു. ഇനി നമുക്കൊരു കേസ് നോക്കാം. ഇവിടെ രണ്ടെണ്ണം കൂടി സ്ട്രെച്ച് ചെയ്യുന്നു. ഇത് സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ചാർജസും കൂടി അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. മറിച്ച് ഇവിടെ രണ്ടെണ്ണം തമ്മിൽ ഇത് തമ്മിൽ കംപ്രസ് ആവുക ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ചാർജസും കൂടി അടുത്ത് വരും. ഇത് രണ്ടും കൂടി സ്ട്രെച്ച് ചെയ്യുക ചെയ്യുന്നു. അതായത് ഈ ചാർജും ഈ ചാർജും കൂടി സ്ട്രെച്ച് ആയിട്ട് അത് ദൂരത്തേക്ക് പോകും. അതിൻ്റെ റിസൾട്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മോഷൻ നടക്കുമ്പോൾ അവിടെ അതിനകത്തൊരു ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ കേസിൽ അതൊരു ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് രണ്ട് ബോണ്ട് ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്. സോ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദിസ് കേസ് വിൽ ബി നോൺ സീറോ ആൻഡ് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദിസ് കേസ് വിൽ ബി 0. അപ്പോൾ ആസ് എ റിസൾട്ട് യു ക്യാൻ സേ ദാറ്റ് ഈ ഒരു പ്രത്യേക വൈബ്രേഷനകത്ത് ഇതൊരു വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ഓസിലേറ്റിംഗ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് കണ്ടിന്യൂസ്ലി. പക്ഷേ ഈ സിമെട്രിക് ഇതിനെ ഒരേപോലെ മൂവ് ചെയ്യുന്നതിനെ പറയും സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ്. ഈ സിമെട്രിക് സ്ട്രെച്ചിങ് മോഡിനകത്ത് ആ വൈബ്രേഷനകത്ത് എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. ആസ് എ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് പർട്ടിക്കുലർ വൈബ്രേഷൻ ഈസ് അതിനകത്ത് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോറി, ഞാനിവിടെ ദർസ് എ മിസ്റ്റേക്ക് ഹിയർ. ഇറ്റ് ഈസ് ആക്റ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ്. അത് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആണ്. മറിച്ച് ഈ വൈബ്രേഷൻ മോഡ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണ്. ഇതും ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ മോഡാണ്. സോ അതാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയെ പറയുന്നുണ്ട്. അടുത്തതാണ് വിസിബിൾ അല്ലെങ്കിൽ UV സ്പെക്ട്രോസ്കോപ്പി. ഇതും വളരെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് അത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ പഠിക്കാനില്ല. ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ റേഞ്ചസ് മാത്രം പഠിച്ചാൽ മതി. 3 × 10⁴ to 3 × 10⁻14 to 3 × 10⁻16 ഹെർട്സ് ആണ് ഒരു UV സ്പെക്ട്രോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന റേഞ്ച്. അതുപോലെ 1 മൈക്രോമീറ്റർ ടു 10 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ യൂസ് ചെയ്യും. അതായത് 10 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. അതായത് ഏകദേശം ഒരു വിസിബിൾ കുറച്ച് ഈ കുറച്ച് ഭാഗത്തുള്ള അൾട്രാ വയലറ്റ്. ഇതിനെ പറയും ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇതിന് കാരണം വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ഇടയിലുള്ള ഈ ട്രാൻസ്ഫർ കാരണമാണ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പലതരം ട്രാൻസിഷൻ കാരണം അത് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. അതെല്ലാം ഈ വിസിബിൾ UV സ്പെക്ട്രോസ്കോപ്പിക്ക് എക്സാമ്പിളാണ്. അതായത് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ കാരണമാണ് ഈ UV സ്പെക്ട്രോസ്കോപ്പി അഥവാ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും UV സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി പറയാനുള്ളത്. അടുത്തത് എക്സ്റേ. എക്സ്റേ പ്രധാനമായിട്ട് വരുന്നത് ഇതിനകത്ത് ഇന്നർ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ്. അപ്പോൾ ഇവിടെ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കി നോക്കൂ, ഒരു ഇന്നർ ഷെല്ലിലേക്ക് K എന്നുള്ള ഷെല്ലിലേക്ക് ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ മൂവ് ചെയ്തു. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് ആൻ എനർജി അസോസിയേറ്റഡ്. അത് വളരെ ഹ്യൂജ് എനർജി ആയിരിക്കും. ആ എനർജി ഒരു റേഡിയേഷനായിട്ട് പുറത്തു വരും. ആൻഡ് ദോസ് ആർ ദ എക്സ്റേസ്. അപ്പോൾ ഈ എക്സ്റേസിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെ 10 നാനോമീറ്റർ ടു 100 പൈക്കോമീറ്റർ വേവ് ലെങ്ത് വരെ വരാം. അതായത് ഏകദേശം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് K ആൽഫ, കോപ്പർ
കെ ആൽഫ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് സാധാരണ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേഡിയേഷൻ. അതിൻ്റെ 0.14 അങ്ങനെയൊക്കെ 0.12 അങ്ങനെയൊക്കെ ലെവലിലൊക്കെ അത് വരാറുണ്ട്. അപ്പോൾ അതുപോലെ കെ ബീറ്റ, എൽ ആൽഫ, പലതരം റേഡിയേഷൻസ് ഉണ്ട്. കെ ആൽഫ, കെ ബീറ്റ അതൊക്കെ വരുന്നുണ്ട്. കെ ആൽഫ റേഡിയേഷനാണ് കൂടുതൽ പല സ്ഥലത്തും കൂടുതൽ കാണാറുള്ള റേഡിയേഷൻ. ആൻഡ് ദ എനർജി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10,000 kilojoules. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എക്സ്റേ പറ്റി കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും. കാരണം എക്സ്റേസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നറിയാം. നല്ല ഹെവി മെറ്റൽസിലേക്ക് ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുനിന്നുള്ള കാഥോഡ് റേസ് പതിക്കുമ്പോഴാണ് ഇവിടെ ഇലക്ട്രോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. സോ ഈ എക്സ്റേസ് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനില്ല. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം പഠിക്കാനുള്ളൂ. അടുത്തത് ഗാമ റേ. ഗാമ റേസ് ജസ്റ്റ് അതിൻ്റെ റേഞ്ചസ് നോക്കിയിരിക്കാം. 3 × 10⁻18 to 3 × 10⁻20. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 100 picometer to 1 picometer. ഇത് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ പാർട്ടിക്കിൾസിലാണ്. മെയിനായിട്ട് ന്യൂക്ലിയർ റേഡിയേഷൻസിനകത്താണ് ഇതിനകത്ത് ഈ ഗാമ റേസ് എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എനർജി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻9 to 10⁻11 joules per gram atom. ഇത് പ്രധാനമായിട്ടും റേഡിയേറ്റീവ് മെറ്റീരിയൽസിലും അതുപോലെ റേഡിയേഷൻസിലും ന്യൂക്ലിയർ പ്രോസസ്സിനകത്തുമാണ് ഇതുണ്ടാവാറ്. ഇത്രയാണ് പ്രധാനമായിട്ടും സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇനി മുതൽക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പലതരം എങ്ങനെയൊക്കെയാണ് സ്പെക്ട്രോമീറ്റർ, അതിനകത്തുള്ള 1-2 ഫാക്ടേഴ്സ് എന്നിവയെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് പഠിക്കാം. താങ്ക് യു.